നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ മറന്നുപോയോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദൈവം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു കൊടുങ്കാറ്റും. എന്നിട്ടും കർത്താവ് അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റിലും നിങ്ങളെ തകർക്കാതെ സൂക്ഷിക്കാൻ കർത്താവിന് സാധിക്കും. ദൈവത്തിന് പ്രകാരം പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം. നമ്മുടെ ബലഹീനതയിലല്ല, ദൈവത്തിന്റെ ബലത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. ദൈവം കാറ്റിന്റെ വേഗത കുറയ്ക്കുന്നില്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ ചിറകുകളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. കൊടുങ്കാറ്റുകൾ മരങ്ങളെ കടപുഴുകി എറിയിക്കാനല്ല, മറിച്ച് അവയുടെ വേരുകൾ ആഴത്തിലേക്ക് പടർത്താനാണ് വരുന്നത്. അതുപോലെ പരീക്ഷണങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. നമ്മെ നയിക്കുന്നത് ആകാശം നടുങ്ങുമ്പോൾ പതറാത്ത കർത്താവാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ട് ഭയപ്പെടരുത്. അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് പുതിയ ഒരു തീരത്തേക്ക് എത്തിക്കാനുള്ള ദൈവത്തിന്റെ വഴിയായിരിക്കും. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളെ നയിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്വസിക്കുക. കൊടുങ്കാറ്റിന് നടുവിലും ശാന്തനായിരിക്കാൻ പഠിക്കുക. കാരണം നിങ്ങളെ അതിലേക്ക് നയിച്ച കർത്താവ് തന്നെ നിങ്ങളെ സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.